നല്ല ഹൈറ്റിലൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായി മൈദ 1 കപ്പ്, കൊക്കോ പൗഡർ 1.5 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. ഇത് 4 മുട്ട എടുക്കുക. ഒരു ഡ്രൈ ആയ പാത്രമാവണം. എന്നിട്ട് അത് നന്നായി ബീറ്റ് ചെയ്യാം. കുറച്ചൊന്ന് മിക്സായെന്ന് കണ്ടാൽ കുറച്ച് പഞ്ചസാരയായിട്ട്, പൊടിക്കാത്ത പഞ്ചസാര ഞാൻ എടുത്തിരുന്നത്, പൊടിച്ച പഞ്ചസാരയൊക്കെ പറ്റും, കുറേശ്ശെ ഇട്ടിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ബീറ്റായി ഒന്നെല്ലാം മിക്സായെന്ന് കണ്ടാൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ച ഇത് പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കണം. കുറച്ച് പാലൊഴിക്കുക, വീണ്ടും ഇളക്കുക. ഇനി ബാക്കിയുള്ള പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കുക. നന്നായിട്ട് കുത്തി കൊടുക്കാൻ പാടില്ല. കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കാം. നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിന്മേലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തട്ട് വെച്ച് കൊടുക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നോട്ട് ബുക്കിൻ്റെ പേജിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുത്ത് വെച്ചതാണ് കുക്കറിൽ. എന്നിട്ട് ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒരു എയർ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് ചെയ്യുക. ഒരു 45 മിനിറ്റ്സ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് റെഡിയാവും. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം വേറൊരു തട്ടിലേക്ക് നമുക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് പേപ്പേഴ്സൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. നമ്മളെ സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക.